അടുത്തിടയ്ക്ക് ആളുകളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് E20 ഫ്യൂൽ. ഇത് ഉപയോഗിച്ച് എഞ്ചിൻ അടിച്ചു പോവോ, പെർഫോമൻസും മൈലേജും കുറയോ, ഇൻഷുറൻസ് കിട്ടില്ലേ, വാറണ്ടി കിട്ടാണ്ടിരിക്കുമോ, എല്ലാ പമ്പിലും ഇപ്പോൾ E20 ഫ്യൂൽ തന്നെയാണോ, ഏത് ബ്രാൻഡിന്റെ പെട്രോളാണ് ബെറ്റർ, E20 കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങൾക്കും രാജ്യത്തിനുള്ള ബെനിഫിറ്റ് എന്താണ്, ഇത്ര പെട്ടെന്ന് E20 റോൾ ഔട്ട് ചെയ്തതിന്റെ പിന്നിൽ ഷുഗർ ലോബിയുടെ ഇൻഫ്ലുവൻസും ചില രാഷ്ട്രീയക്കാരുടെ മക്കളുടെ ബിസിനസ്സും പോലത്തെ മറ്റ് റീസൺസ് ഉണ്ടോ, ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെ തുടങ്ങാം. E20 പെട്രോൾ ഉപയോഗിച്ചാൽ എഞ്ചിൻ ഡാമേജ് ആകും. 80% പെട്രോളും 20% എത്തനോൾ എന്ന വേറൊരു ഫ്യൂലും മിക്സ് ചെയ്തുണ്ടാക്കുന്ന പെട്രോളാണ് E20 പെട്രോൾ. അതായത് 1 ലിറ്റർ E20 പെട്രോൾ എടുത്താൽ അതിൽ 200 ml എത്തനോൾ ആയിരിക്കും. എത്തനോൾ പെട്രോളിന് വ്യത്യസ്തമായിട്ട് ഹൈഗ്രോസ്കോപ്പിക് ആണ്. അതായത് അറ്റ്മോസ്ഫിയറിലെ വെള്ളത്തിന്റെ അംശത്തിന് ഇത് അബ്സോർബ് ചെയ്യും. ഈ പ്രോപ്പർട്ടി കാരണം E20 ഫ്യൂല് എഞ്ചിൻ തുരുമ്പിപ്പിക്കും, ഡാമേജ് ആക്കും എന്നതാണ് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് യൂഷ്വലി റേസ് ചെയ്യപ്പെടുന്ന ഒരു ആരോപണം. പക്ഷെ 1980s തൊട്ട് അമേരിക്കയിൽ എത്തനോൾ ബ്ലെൻഡഡ് ഫ്യൂവൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അവിടെ റോൾ ഔട്ട് ചെയ്യുന്ന സമയത്ത് US ആർമിയുടെ മൊബിലിറ്റി റിസർച്ച് കമാൻഡും US ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയും ഒരു ഫണ്ടഡ് സ്റ്റഡി നടത്തി. ഈ സ്റ്റഡിയിൽ അവർ സെയിം ഡയമെൻഷനിലുള്ള മൾട്ടിപ്പിൾ എഞ്ചിൻസ് എടുത്തു. എന്നിട്ട് അതിൽ ഒരെണ്ണം കംപ്ലീറ്റ്ലി പെട്രോളിൽ വർക്ക് ചെയ്യിപ്പിച്ചു, വേറൊരെണ്ണം കംപ്ലീറ്റ്ലി എത്തനോളിൽ, പിന്നുള്ളത് എത്തനോൾ പെട്രോൾ മിക്സ്ചറിൽ, ബാക്കിയുള്ളത് മെത്തനോൾ പോലത്തെ വേറെ ഫ്യൂവൽസ് യൂസ് ചെയ്ത്. ഇങ്ങനെ 20 മണിക്കൂർ ഓരോ എഞ്ചിനും കണ്ടിന്യൂസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യിപ്പിച്ചു. അതിനുശേഷം എഞ്ചിന്റെ കമ്പോണൻസിൽ വന്നിട്ടുള്ള വെയർ ആൻഡ് ടിയർ മെഷർ ചെയ്തു. ഈ സ്റ്റഡിയിൽ കണ്ടെത്തിയത് പെട്രോൾ എത്തനോൾ മിക്സ് ഉപയോഗിച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെയർ ആൻഡ് ടിയർ പ്യുവർ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വെയർ ആൻഡ് ടിയറിനേക്കാളും വളരെ മൈന്യൂട്ടായിട്ട് മാത്രമേ കൂടിയിട്ടുള്ളൂ. അതായത് ഒരു എഞ്ചിനെ ഡാമേജ് ചെയ്യാൻ പാകത്തിനുള്ള പ്രോബ്ലംസ് ഒന്നും ഈ ഫ്യൂല് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇന്ത്യയുടെ ഓട്ടോമോട്ടീവ് റിസർച്ച് ഏജൻസിയും സിമിലർ സ്റ്റഡീസ് നടത്തിയിരുന്നു. അതെല്ലാം നമ്മുടെ എത്തനോൾ ബ്ലെൻഡിംഗ് റോഡ് മാപ്പ് റിപ്പോർട്ടിൽ പബ്ലിഷ് ചെയ്തിരുന്നു. അവരും കണ്ടെത്തിയത് E20 ഫ്യൂല് നമ്മുടെ എഞ്ചിന്റെ മെറ്റൽ കമ്പോണൻസിൽ യാതൊരുവിധ ഡാമേജും ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നാണ്. പക്ഷെ വണ്ടിയിൽ മെറ്റൽ കമ്പോണൻസ് മാത്രമല്ലല്ലോ ഉള്ളത്, അതാണ് പ്രശ്നം. ഇതേ റിസർച്ചിൽ റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക് പാർട്സിനെ E20 ഫ്യൂവൽ ഡാമേജ് ചെയ്യുന്നത് കണ്ടെത്തി. അതായത് അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ഫ്യൂവൽ ലൈൻ, ഫ്യൂവൽ റെയില്, ഫ്യൂവൽ മാനിഫോൾഡ്, ഫ്യൂവൽ പമ്പിന്റെ ചില പാർട്സ്, ഇതിനൊക്കെ ഡാമേജ് സംഭവിക്കാം. 2023 ഏപ്രിലിന് ശേഷം ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ വണ്ടികളും E20 കോമ്പാറ്റബിൾ ആണ്. ആ വണ്ടികളിലൊക്കെ ഈ കമ്പോണൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് E20 ഫ്യൂവലിനെ ഡാമേജ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ്. അതുകൊണ്ട് പുതിയ വണ്ടികൾക്ക് ഇതൊരു പ്രശ്നമല്ല. പക്ഷെ പഴയ വണ്ടികളിലെ കമ്പോണൻസിന് ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒറ്റയടിക്ക് ഈ കമ്പോണൻസ് എല്ലാം ഡാമേജ് ആകുമെന്നല്ല, E20 ഫ്യൂല് കാരണം ഇതിലെ പല കമ്പോണൻസും പതിയെ ദ്രവിച്ച് ഗ്രാജുവലി ഡാമേജ് സംഭവിക്കാം. ഇതിനൊരു സൊല്യൂഷൻ ഇപ്പോൾ കാർ മാനുഫാക്ചേഴ്സ് തന്നെ ഓഫർ ചെയ്ത് തുടങ്ങി. മാരുതി 15 വർഷത്തിൽ താഴെ പഴക്കമുള്ള വണ്ടികൾക്ക് വേണ്ടി 6000 രൂപയുടെ ഒരു E20 അപ്ഗ്രേഡ് കിറ്റ് കൊണ്ടുവരും എന്നാണ് റിപ്പോർട്ട്സ്. ഇതുവഴി E20 ഡാമേജ് ചെയ്യാൻ സാധ്യതയുള്ള കമ്പോണൻസ് ഡാമേജ് റെസിസ്റ്റന്റ് മെറ്റീരിയൽസ് വെച്ച് അവർ റീപ്ലേസ് ചെയ്യും. മറ്റ് കമ്പനീസും സിമിലർ സ്കീംസ് കൊണ്ടുവന്ന വളരെ പഴക്കമുള്ള വണ്ടികളുടെ കേസ് മാറ്റി നിർത്തിയ ഒരു പരിധിവരെ ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ആവും. ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, ഡാമേജ് പറ്റിയാലും കുഴപ്പമില്ല, വാറണ്ടി ഉണ്ടല്ലോ എന്ന്. കാരണം ചില കമ്പനികൾ 7 വർഷം വരെ എക്സ്റ്റൻഡഡ് വാറണ്ടി ഓഫർ ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇപ്പോഴും വാറണ്ടി പീരീഡിലുള്ള നോൺ E20 വണ്ടികൾ റോഡിലുണ്ട്. പക്ഷേ കമ്പനികൾക്ക് വേണമെങ്കിൽ വാറണ്ടി റിജക്ട് ചെയ്യാം. കാരണം മിക്ക കമ്പനീസിന്റെ വാറണ്ടി ക്ലോസിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫ്യൂവല് മാറ്റി അടിച്ചാൽ വാറണ്ടി കിട്ടില്ലാന്ന്. E10 കോമ്പാറ്റബിൾ ആയിട്ടുള്ള വണ്ടിയിൽ E20 ഫ്യൂൽ അടിച്ചാൽ ടെക്നിക്കലി വാറണ്ടി റിജക്ട് ചെയ്യാം. കൺസ്യൂമറെ സംബന്ധിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം വാറണ്ടി സാറ്റിസ്ഫൈൻ E10 ഫ്യൂൽ എവിടെയും കിട്ടാനില്ല. പക്ഷേ ഈ പ്രോബ്ലത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഗവൺമെന്റും ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് അസോസിയേഷനും E20 ഫ്യൂവൽ അടിച്ചാലും വാറണ്ടി പോകില്ല എന്ന് സ്റ്റേറ്റ്മെന്റ്സ് ഇറക്കി. കൂടാതെ പല ഇൻഡിവിജ്വൽ കാർ മാനുഫാക്ചറിംഗ് കമ്പനീസും E20 ഫ്യൂവൽ അടിച്ചാലും അവർ വാറണ്ടി ഓണർ ചെയ്യുമെന്ന് പ്രസ് റിലീസസും ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ വാറണ്ടി ഓക്കെ, അപ്പോൾ ഇൻഷുറൻസോ? E20 ഫ്യൂവല് ആദ്യം ആളുകളുടെ ഇടയിൽ ഡിസ്കഷൻ ആയ സമയത്ത് ആക്കോ പോലത്തെ ചില ഇൻഷുറൻസ് കമ്പനീസ് E10 വണ്ടികളുടെ E20 ഫ്യൂവൽ അടിച്ചാൽ ഇൻഷുറൻസ് കിട്ടില്ല എന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. അത് ആ സമയത്ത് ആളുകളുടെ ഇടയിൽ ഒരുപാട് കൺഫ്യൂഷനും ഔട്ട്റേജും ഉണ്ടാക്കി. ഇതിനും ഗവൺമെന്റിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നു. 12 ഓഗസ്റ്റിലെ പ്രസ് റിലീസിൽ E20 ഫ്യൂവലിനെ പറ്റിയിട്ടുള്ള ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് എല്ലാം ഒരു ഫിയർ മോങ്കറിംഗ് ആണെന്നും E20 ഫ്യൂവൽ അടിച്ചാലും ഇന്ത്യയിലെ വെഹിക്കിൾ ഇൻഷുറൻസിന്റെ വാലിഡിറ്റിയെ യാതൊരു തരത്തിൽ അഫക്ട് ചെയ്യില്ല എന്ന് ഗവൺമെന്റ് കൺഫേം ചെയ്തു. E20 ഫ്യൂവൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്തൊരു പ്രശ്നമാണ് വണ്ടിയുടെ പെർഫോമൻസ് കുറഞ്ഞതും മൈലേജ് ഡ്രോപ്പ് ആയതും. ആദ്യമൊക്കെ ഇതെന്താ സംഭവിക്കുന്നതെന്ന് മിക്ക ആളുകൾക്കും മനസ്സിലായില്ല. വല്ല എഞ്ചിൻ കംപ്ലൈന്റ് ആണോ എന്ന് വിചാരിച്ചു. കാരണം ഭൂരിഭാഗം ആളുകളും ഫ്യൂവൽ മാറി E20 ആയത് അറിഞ്ഞിരുന്നില്ല. പെട്രോളിനേക്കാളും എനർജി ഡെൻസിറ്റി കുറഞ്ഞ ഫ്യൂലാണ് എത്തനോൾ. അതായത് പെട്രോൾ കത്തിക്കുമ്പോൾ കിട്ടുന്ന അത്ര എനർജി എത്തനോൾ കത്തിക്കുമ്പോൾ കിട്ടില്ല. അതുകൊണ്ട് തന്നെ പഴയ എഞ്ചിൻസിൽ E20 ഫ്യൂൽ യൂസ് ചെയ്യുമ്പോൾ പവർ ഔട്ട്പുട്ട് കുറയും. പഴയ പവർ കിട്ടാൻ കൂടുതൽ ഫ്യൂൽ കത്തിക്കേണ്ടി വരും, അപ്പം മൈലേജും കുറയും. ഗവൺമെന്റിന്റെ തന്നെ റിപ്പോർട്ട്സിൽ പറയുന്നത് അവരുടെ സ്റ്റഡീസിൽ E20 ഫ്യൂൽ യൂസ് ചെയ്തപ്പോൾ 6% മൈലേജ് ഡ്രോപ്പ് കണ്ടെന്നാണ്. ഈ 6% എന്നുള്ളത് ടെസ്റ്റ് കണ്ടീഷൻസിലെ മൈലേജ് ഡ്രോപ്പാണ്. അപ്പോൾ റിയൽ ലൈഫിൽ ഇത്രയും ട്രാഫിക് ബ്ലോക്കിലും കുണ്ടിലും കുഴിയിലൊക്കെ പെടുമ്പോൾ എത്രമാത്രം മൈലേജ് ഡ്രോപ്പ് സംഭവിക്കും? ഇൻ റിയാലിറ്റി 10 മുതൽ 12% വരെ മൈലേജ് ഡ്രോപ്പ് സംഭവിച്ച ആളുകളുണ്ട്.
പുതിയ E20 വണ്ടികളുടെ എഞ്ചിനും മറ്റ് കമ്പോണൻസ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഫ്യൂൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ വണ്ടികൾക്ക് യാതൊരു കുഴപ്പമില്ല, അവർക്ക് കമ്പനി പറയുന്ന മൈലേജും കിട്ടും. പക്ഷെ ബാക്കിയുള്ളവരുടെ അവസ്ഥയോ? 15 വർഷത്തെ റോഡ് ടാക്സ് ഒക്കെ അടച്ച് വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഈ ചതി. ആദ്യം എത്തനോൾ ബ്ലെൻഡിങ് പ്രപ്പോസ് ചെയ്തപ്പോൾ ഗവൺമെന്റ് പറഞ്ഞത് ഇത് പെട്രോളിന്റെ വില കുറയ്ക്കുന്ന, സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പെട്രോളിന്റെ വില 15 രൂപയിൽ എത്തിക്കുന്ന വരെ നിതിൻ ഗഡ്കരി പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയോ? പെട്രോളിന്റെ വിലയോട്ട് കുറഞ്ഞൂല, മൈലേജ് നല്ലോണം കുറയും ചെയ്തു. അതായത് ഇപ്പോൾ സെയിം ദൂരം ട്രാവൽ ചെയ്യാൻ കൂടുതൽ രൂപയ്ക്ക് പെട്രോൾ അടിക്കണം. എത്തനോൾ മിക്സ് ചെയ്യുന്ന കാരണം കുറയും എന്ന് പറഞ്ഞ പൊല്യൂഷൻ ഇപ്പൊ ഈ കൂടുതൽ അടിക്കുന്ന പെട്രോൾ കാരണം ബാലൻസ് ഔട്ട് ആയിപ്പോയി. അതായത് ഇൻ റിയാലിറ്റി ഒരു സാധാരണക്കാരന് ഡയറക്റ്റ് ആയിട്ട് ഈ സ്കീം വഴി യാതൊരു ബെനിഫിറ്റും ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ എത്തനോൾ ബ്ലെൻഡിങ് പ്രോജക്ട്സ് പുഷ് ചെയ്യുന്നത്? ഇതിന്റെ പ്രൈമറി കാരണത്തിനെ പറ്റി മിക്കവർക്കും ഒരു ജനറൽ ഐഡിയ ഉണ്ടാവും. നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ മുടക്കി ഇമ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് പെട്രോളിയം. ഇത് മെജോറിറ്റി യൂസ് ചെയ്യുന്ന റോഡ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയാണ്. അപ്പൊ 20% എത്തനോൾ മിക്സ് ചെയ്താൽ അത്രയും കുറച്ച് പെട്രോൾ ഇമ്പോർട്ട് ചെയ്താൽ മതി, ഒരുപാട് ഫോറിൻ എക്സ്ചേഞ്ച് ലാഭിക്കാം. കഴിഞ്ഞ 11 വർഷത്തിന്റെ ഇടയിൽ 1,44,000 കോടി രൂപയുടെ ഫോറിൻ എക്സ്ചേഞ്ച് ആണ് ഇന്ത്യൻ ഗവൺമെന്റിന് ഈ എത്തനോൾ ബ്ലെൻഡിങ് വഴി ലാഭം കിട്ടിയത്. കൂടാതെ മെയ്സ്, ഷുഗർ കെയിൻ പോലത്തെ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിൽ നിന്നാണ് എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതുവഴി 40,000 കോടി രൂപയാണ് ഓരോ വർഷവും ഫാർമേഴ്സിന് കിട്ടുന്നത്. ഇത് ഫാമിംഗ് എക്കണോമിനെയും ബൂസ്റ്റ് ചെയ്യും. ഗവൺമെന്റ് ആദ്യം എക്സ്പെക്ട് ചെയ്തിരുന്നത് ഈ ബ്ലെൻഡിങ് വഴി പെട്രോളിയത്തിന്റെ വില കുറയ്ക്കാമെന്നാണ്. 2020-21 നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? പെട്രോളിനേക്കാളും കോസ്റ്റ്ലിയാണ് എത്തനോൾ. ഗവൺമെന്റിന്റെ റീസെന്റ് പ്രസ് റിലീസിൽ ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഇനി ബ്ലെൻഡിങ് വഴി പെട്രോളിയത്തിന്റെ വില കുറയ്ക്കുന്ന കാര്യം ചിന്തിക്കേ വേണ്ട. കുറഞ്ഞ ലെവലിൽ നിന്ന് എത്തനോളിന്റെ വില ഒറ്റയടിക്ക് കൂടിയത് എങ്ങനെയാണ്? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയിലെ പൊളിറ്റിക്സിനെ വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും പവർഫുൾ ലോബികളിൽ ഒന്നായിട്ടുള്ള ഷുഗർ ലോബിയെ പറ്റി അറിയണം. ഇന്ത്യയിലെ പല മേജർ പൊളിറ്റീഷ്യൻസും പൊളിറ്റിക്കൽ ഫാമിലീസും ഈ ഷുഗർ ലോബിയുടെ ഭാഗമാണ്. ഇതിൽ പലരും അവരുടെ പൊളിറ്റിക്കൽ എംപയർ തന്നെ ബിൽഡ് ചെയ്ത് ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. NCP, സമാജ്വാദി പാർട്ടി, രാഷ്ട്രീയ ലോക്ദൾ, UPയിലെ പല മേജർ BJP ലീഡേഴ്സ്, യെദ്യൂരപ്പ ഫാമിലി തുടങ്ങി മിക്ക പാർട്ടിപ്പെട്ട ആളുകൾക്കും ഇൻവെസ്റ്റ്മെന്റും ഇൻട്രസ്റ്റ് ഉള്ള ഒന്നാണ് ഈ ഷുഗർ ഇൻഡസ്ട്രി. ഇന്ത്യയിൽ പണ്ട് തൊട്ടേ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ വേസ്റ്റേജ് ആയിരുന്നു കൂടുതൽ. അതുകൊണ്ട് തന്നെ എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഷുഗർ കെയിൻ വളരെ ലോ കോസ്റ്റ് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ മാർക്കറ്റിലെ എത്തനോളിന്റെ ഡിമാൻഡ് കൂടിയപ്പോൾ ഷുഗർ കെയിൻ്റെ ഡിമാൻഡ് കൂടി. റോ മെറ്റീരിയലിന്റെ ഡിമാൻഡ് കൂടിയപ്പോൾ എത്തനോളിന്റെ പ്രൈസസും ഷൂട്ടപ്പ് ചെയ്തു. ഇത് കൂടാതെ ഷുഗർ ലോബി ഇടപെട്ട് ഗവൺമെന്റ് എത്തനോൾ പ്രൊഡക്ഷന് ഷുഗർ കെയിൻ പർച്ചേസ് ചെയ്യാൻ സെറ്റ് ചെയ്തിരുന്ന പ്രൈസ്, അതായത് പ്രൊക്യൂർമെന്റ് പ്രൈസ് ഇടയ്ക്കിടയ്ക്ക് കൂട്ടി. ഇന്ത്യയിൽ എത്തനോളിന്റെ വില കൂടിയപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തനോൾ ഇമ്പോർട്ട് ചെയ്യാതിരിക്കാൻ ഗവൺമെന്റിനെ പ്രഷറൈസും ചെയ്തു. ഇതെല്ലാം ലോക്കൽ മാർക്കറ്റിൽ എത്തനോളിന്റെ വില കൂട്ടി. അത് മാത്രമല്ല, നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള പല പൊളിറ്റീഷ്യൻസിന്റെ മക്കളോ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ ഇപ്പോൾ ഈ എത്തനോൾ ബിസിനസ്സിൽ ഇൻവോൾവ് ആണ്. നിതിൻ ഗഡ്കരിയുടെ മകൻ നിഖിൽ ഗഡ്കരി MD ആയിട്ടുള്ള സിയാൻ ആഗ്രോ ഇൻഡസ്ട്രീസ് എന്ന കമ്പനി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ എഡിബിൾ ഓയിലും സ്പൈസസ് ഒക്കെ ട്രേഡ് ചെയ്തിരുന്ന കമ്പനിയായിരുന്നു. അവരുടെ ആനുവൽ റവന്യൂ 17 crores, പ്രോഫിറ്റ് വളരെ നെഗ്ലിജിബിൾ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു എത്തനോൾ പ്രൊഡ്യൂസിങ് കമ്പനിയാണ്. അവരുടെ ആനുവൽ റവന്യൂ 500 കോടിക്ക് മുകളിലാണ്, പ്രോഫിറ്റ് 52 കോടി. ഇതിപ്പോൾ നിതിൻ ഗഡ്കരി അഴിമതി നടത്തിയെന്ന് പറയുന്നതല്ല, കാരണം ഇത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. കൂടാതെ ഒരു രാഷ്ട്രീയക്കാരന്റെ മകന് ഈ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ എന്റെ യൂസർക്ക് 1 രൂപയുടെ പോലും ബെനിഫിറ്റ് ഇല്ലാത്ത ഈ സ്കീം വഴി രാഷ്ട്രീയക്കാരുടെ മക്കളൊക്കെ കോടീശ്വരന്മാരാവുകയാണെന്നുള്ള കാര്യം സാധാരണക്കാർ അറിയണം. ഇന്നിപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ ഒരു പമ്പിൽ പോയാൽ പല പമ്പുകളിൽ പല പേരിലുള്ള പെട്രോൾ അവൈലബിൾ ആണ്. നോർമൽ പെട്രോൾ, സ്പീഡ്, XP95, പവർ 95 തുടങ്ങി പലതും. ഇപ്പോൾ E20 ഫ്യൂവലിനെ പറ്റി കൺഫ്യൂഷൻ ഉള്ള സ്ഥിതിക്ക് ചില ആളുകൾ സ്പീഡും XP95 ഒക്കെയാണ് അടിക്കുന്നത്. കാരണം അവരുടെ വിചാരം ഇതൊന്നും E20 ഫ്യൂവൽ അല്ല എന്നാണ്. പക്ഷെ ഈ പറഞ്ഞ ഫ്യൂവലുകളെല്ലാം ഇപ്പോൾ E20 ആണ്. അത് മാത്രമല്ല, ചില ആളുകൾ ഇൻഡിവിജ്വലി പല ബ്രാൻഡിന്റെ പെട്രോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ കണ്ടതും പല ബ്ലെൻഡിങ് റേഷ്യോസ് ആണ്. അതായത് നമ്മൾ അടിക്കുന്ന പെട്രോളിൽ ഏത് ബ്ലെൻഡിങ് റേഷ്യോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ. USA, ബ്രസീൽ പോലത്തെ രാജ്യങ്ങളിലൊക്കെ പണ്ട് തൊട്ടേ ബ്ലെൻഡഡ് ഫ്യൂവൽസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ പ്യുവർ പെട്രോൾ ഇപ്പോഴും കിട്ടും. നമ്മളൊരു പെട്രോൾ പമ്പിൽ പോയാൽ E0, E10, E20 എന്നിങ്ങനെ നോസിലിൽ സ്പെസിഫിക് ആയിട്ട് ഏത് ഫ്യൂവലാണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കസ്റ്റമർക്ക് അയാളുടെ ചോയ്സ് അനുസരിച്ച് ഫ്യൂവൽ ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ത്യയിൽ ഫേസ് ബൈ ഫേസ് ആയിട്ട് ഇത് ചെയ്യുന്നതിന് പകരം എല്ലാ പമ്പുകളിലും ഒറ്റയടിക്ക് E20 മാത്രം അവൈലബിൾ ആക്കിയതാണ് ഈ കൺഫ്യൂഷന് കാരണം. ഇവിടെ ശരിക്കും ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് വേണമായിരുന്നു ബ്ലെൻഡിങ് കമ്പൽസറി ആക്കാൻ. കൂടാതെ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സുമായിട്ട് സംസാരിച്ച് E20 കിറ്റുകൾ അവൈലബിൾ ആക്കണമായിരുന്നു. E20 ഫ്യൂവലിന്റെ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്സും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് എടുക്കണമായിരുന്നു. E20 ഫ്യൂവൽ അല്ല അവിടുത്തെ വില്ലൻ. നിങ്ങളുടെ വണ്ടിയും പോകും, പെർഫോമൻസും കുറയും, മൈലേജും കുറയും, പക്ഷെ പെട്രോളിന്റെ വില കുറയ്ക്കില്ല എന്ന് പറഞ്ഞ് ഫുൾ ബേർഡൻ വെഹിക്കിൾ ഓണേഴ്സിന്റെ തലയിലേക്ക് മാത്രം വച്ചു കൊടുക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്നോ ഇന്നലെയോ തീരുമാനിച്ചതല്ല ഈ എത്തനോൾ ബ്ലെൻഡിങ് പ്ലാൻ. ലേറ്റ് 90s ഏർലി 2000s സ്റ്റാർട്ട് ചെയ്തൊരു പ്രൊജക്റ്റാണിത്. 2003 5% ബ്ലെൻഡിങ് അച്ചീവ് ചെയ്തു. 2013 സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അത് 10% ഉയർത്താൻ തീരുമാനിച്ചു.
2018 നാഷണൽ ബയോഫ്യൂൽ പോളിസിയിൽ 2030 ആകുമ്പോഴേക്കും 20% ബ്ലെൻഡിങ് ടാർഗറ്റ് ചെയ്തു. അതാണ് ഇപ്പോൾ 5 വർഷം മുമ്പ് 2025 തന്നെ അച്ചീവ് ചെയ്തിരിക്കുന്നത്. E20 ഫ്യൂവലിന് അഗെയിൻസ്റ്റ് ആയിട്ടും പമ്പുകളിൽ പഴയ വണ്ടികൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്യൂവൽ അവൈലബിൾ ആക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ വന്ന ഒരു PIL റീസെന്റ് കോടതി റിജക്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഈ പ്രൊജക്ട് സ്ലോ ഡൗൺ ചെയ്യാനോ മാറ്റാനോ യാതൊരു സാധ്യതയില്ല. 2030 ആകുമ്പോഴേക്കും E30 പെട്രോൾ റോൾ ഔട്ട് ചെയ്യാനാണ് ഗവൺമെന്റിന്റെ പ്ലാൻ. അപ്പോൾ ഇപ്പോഴുള്ള E20 വണ്ടികളുടെ പെർഫോമൻസും മൈലേജ് ഒക്കെ കുറയും. അന്ന് E10 വണ്ടികളുടെ അവസ്ഥ എന്തായിരിക്കും ദൈവത്തിനറിയാം. അന്ന് E30 പെട്രോൾ വരുമ്പോഴും ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാകും, സ്വന്തം വണ്ടിയെ പറ്റി ടെൻഷൻ അടിക്കും. കാരണം ഇതൊക്കെ നമ്മളെപ്പോലത്തെ സാധാരണക്കാരെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങളാണ്. രാഷ്ട്രീയക്കാരെയോ ഈ പോളിസി ഒക്കെ ഉണ്ടാക്കുന്ന ഓഫീസർമാരെയോ വിധി പറയുന്ന ജഡ്ജിമാരെയോ ഒന്നും ഇത് ബാധിക്കില്ല. കാരണം അവരുടെ വണ്ടികൾക്കൊക്കെ പെട്രോൾ അടിക്കുന്നത് സർവീസ് ചെയ്യുന്നതൊക്കെ ടാക്സ് കൊടുക്കുന്ന ആളുകളുടെ പൈസ നിന്ന് എടുത്തിട്ടാണ്. സോ ആസ് വെഹിക്കിൾ ഓണേഴ്സ് നമ്മുടെ വണ്ടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്കിപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്നത് കറക്റ്റായിട്ട് പീരിയോഡിക് സർവീസിംഗ് നടത്താം. E20 ഫ്യൂവലിൽ ഡാമേജ് ചെയ്യാൻ സാധ്യതയുള്ള കോമ്പോണൻസ് റെഗുലർലി ഇൻസ്പെക്ട് ചെയ്യാം. E20 ഫ്യൂവലിൽ എത്തനോളും പെട്രോളും തമ്മിൽ സെപ്പറേഷൻ സംഭവിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പെട്രോൾ അടിച്ച് ഒരുപാട് നാൾ വണ്ടി അനക്കാതെ വയ്ക്കരുത്. അതുപോലെ നിങ്ങളുടെ വണ്ടിയുടെ മാനുഫാക്ചറർ എന്തെങ്കിലും ടൈപ്പ് E20 കിറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം. നമ്മുടെ നാട്ടിലെ കുണ്ടിലും കുഴിയിലും ട്രാഫിക്കിലൊന്നും നടക്കില്ല എന്നറിയാം. എന്നാലും മൈലേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ എക്കണോമിക്കലി വണ്ടി ഓടിക്കാൻ ശ്രമിക്കാം.